ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അനേകര്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, നാനാജാതി മതസ്ഥര് അല്ലെങ്കിൽ സഭയിൽ കിടന്നു വന്ന് അല്ലെങ്കിൽ ഈ ജീവനുള്ള ദൈവത്തെ അല്ലെങ്കിൽ മനസ്സിലാക്കുവാനും ഈ സത്യം കേൾക്കുവാനും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വരുത്തുന്ന ദൈവത്തിന്റെ അല്ലെങ്കിൽ ജീവനുള്ള വചനം അവരുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്ത് അല്ലെങ്കിൽ അവർ വിടുതൽ പ്രാപിക്കാനും ഇടയാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ഒരു സഭയ്ക്കും എതിരല്ല, ഒരു സഭയുടെ ഉപദേശത്തിനും എതിരല്ല. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ ഈ ജീവനുള്ള അല്ലെങ്കിൽ സുവിശേഷം കേൾക്കുന്നതിൽ നിന്ന് നിങ്ങൾ ആരെയും തടയുവാനിടയാകരുത്. സഹോദരിമാരെ, നിങ്ങൾ ജീൻസും ടീഷർട്ടും ഇട്ടോട്ട് വന്നു, അല്ലെങ്കിൽ എനിക്കത് വിഷയമല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാൻ നോക്കുന്നത് ഞാൻ ജഡപ്രകാരം ആരെയും നോക്കുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ ക്രിസ്തുവിനോട് അത് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ഹല്ലേലൂയ വിശുദ്ധി എന്ന് ദൈവത്തിന്റെ വചനം പറയുക. കർത്താവിനെ സ്തോത്രം ചെയ്താൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ഹല്ലേലൂയ. കർത്താവ് ഹൃദയങ്ങളെ ഹല്ലേലൂയ ആരാഞ്ഞ് പരിശോധിക്കുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പുറമേയുള്ള വിശുദ്ധി കൊണ്ട് നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അത് ഒരുപക്ഷെ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ അതിനെ കഴിയുമായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു. അവന്റെ കണ്ണിന് അതിന് മുമ്പിൽ ഒന്നും മറവായിരിക്കുന്നില്ല എന്ന് ഇന്ന് നീ മനസ്സിലാക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും. അതിന്റെ സഹോദരനോടുള്ള അതിന്റെ മനോഭാവം, സഹോദരിയോടുള്ള മനോഭാവം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോടുള്ള മനോഭാവം, അല്ലെങ്കിൽ ഇതെല്ലാം ആ കർത്താവ് നോക്കുന്നത്. കൂട്ടു സഹോദരനോടുള്ള അല്ലെങ്കിൽ കൂട്ടു പാസ്റ്ററോടുള്ള അല്ലെങ്കിൽ നിന്റെ മനോഭാവങ്ങളെ അല്ലെങ്കിൽ കർത്താവ് നോക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് പുറമേ ഉള്ളതല്ല നോക്കുന്നത്, അതിന്റെ ഹൃദയത്തെ ആരാഞ്ഞവൻ പരിശോധിക്കുന്നു എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ യാഥാർത്ഥ്യ ദൈവിക വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ നീ നിന്റെ ഭവനം അല്ലെങ്കിൽ ദോഷങ്ങളിൽ കിടന്നു വരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. എബ്രായലേഖനം 12-ാം അധ്യായം 14, 15, 16. ഹല്ലേലൂയ. എന്ത് വിശുദ്ധിയല്ല, എന്ത് വിശുദ്ധിയാണ് കൊടുത്ത് ദൈവത്തിന്റെ മനസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭവനത്തിലും സഭയിലും ഹല്ലേലൂയ സഹോദരി സഹോദരങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഹല്ലേലൂയ സമാധാനമില്ലാത്ത അനുഭവത്തിലാണെങ്കിൽ ഹല്ലേലൂയ നീ അശുദ്ധിയുടെ വ്യാപാരത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമാധാനം ആചരിക്കുമ്പോൾ ഹല്ലേലൂയ വിശുദ്ധീകരണം ഉണ്ടാകും. കർത്താവിനെ സ്തോത്രം ചെയ്താക്കാം. ഹല്ലേലൂയ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ഹല്ലേലൂയ ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിൽ ഒരു സഹോദരനോടോ സഹോദരിയോടോ അല്ലെങ്കിൽ നീ പിണങ്ങുവാൻ പാടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ സ്നേഹത്തിൽ സഭയിൽ നടക്കണം. ഹല്ലേലൂയ. സമാധാനം എല്ലാവരോടും ആചരിക്കുന്നില്ലെങ്കിൽ നീ വിശുദ്ധിയിലല്ല. ഹല്ലേലൂയ. ദൈവവുമായിട്ട് അല്ലെങ്കിൽ നിനക്ക് കൂട്ടായ്മയും കമ്മ്യൂണിക്കേഷനും ഹല്ലേലൂയ ഒക്കെ ഇല്ലാന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പ്രൈസ് ഗോഡ് ഞാൻ പറയാം. ഹല്ലേലൂയ. എന്നോട് ചില സഹോദരിമാര് പറയും, ബദറെ പ്രൈസ് ഗോഡ് ആ സഹോദരി അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു, എന്നെ കുറിച്ച് ഏഷണി പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരുമായിട്ട് ഞാൻ പിണക്കും, ഇനി ഞാൻ സഭയിൽ വരുന്നില്ല. അടുത്ത ഹല്ലേലൂയ ഒന്നെങ്കിൽ ആ സഹോദരി അല്ലെങ്കിൽ ഞാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാനിപ്പോ ആ സഹോദരിയോട് ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ ഈ കൊള്ളരാത്ത സഹോദരിയല്ലേ സഹോദരിയെ കുറിച്ച് പറഞ്ഞത്? കർത്താവ് ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ പോകുവാൻ കാര്യമുണ്ട്. എന്റെ ബ്രദറെ ഞാൻ 3-4 ദിവസമായി ഇത് കേട്ടാ പിന്നെ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. എനിക്ക് വേദപുസ്തകം വായിക്കാൻ ഒക്കുന്നില്ല. അല്ലെങ്കിൽ പാസ്റ്ററിനോട് പറഞ്ഞു പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ സമാധാനം പോയപ്പോ അല്ലെങ്കിൽ വാസ്തവത്തിൽ ആ സഹോദരിയുമായിട്ടുള്ള കൂട്ടായ്മ മാത്രമല്ല ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ പോകുവാനിടയായി. അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി അല്ലെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ എങ്ങനെ പ്രബോധിപ്പിക്കുന്നു? അല്ലെങ്കിൽ നിന്റെ സഹോദരനോട് സഹോദരിയോട് അല്ലെങ്കിൽ കൂടപ്പിറപ്പിനോട് അല്ലെങ്കിൽ സമാധാനം ആചരിക്കാതെ അല്ലെങ്കിൽ നിനക്ക് വിശുദ്ധിയിൽ മുന്നേറുമെന്ന് കാണാൻ കഴിയില്ല. സമാധാനം ആചരിക്കാതെ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നിന്റെ കൂട്ടായ്മ ശരിയാകയില്ല. അല്ലെങ്കിൽ സമാധാനമില്ലാത്ത കലങ്ങി പറയുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധി അല്ല. പ്രൈസ് ഗോഡ്. കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ചിലർ പുറമേയുള്ള വിശുദ്ധിയാണ് നോക്കുന്നത്, ഞാൻ അകത്തെ വിശുദ്ധിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ദൈവവും അകത്തെ വിശുദ്ധിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ പുറമേയുള്ള വിശുദ്ധി അല്ല. പ്രൈസ് ഗോഡ്. പുറമേയുള്ള വിശുദ്ധി അല്ലെങ്കിൽ നോക്കുന്നവരെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ ദൈവം പ്രസാദിക്കുന്ന വിശുദ്ധി ഉണ്ടോ എന്ന്
Praise God. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. Praise God. അല്ലെങ്കിൽ ആഭരണമാണോ മലിനപ്പെടുത്തിയത്? മോതിരം വിട്ടുകൊണ്ട് കത്രിമേശ എടുത്തതാണോ മലിനപ്പെടുത്തിയത്? അല്ലെങ്കിൽ വെള്ളവസ്ത്രം ധരിക്കാതെ കത്രിമേശയ്ക്ക് വന്നതാണോ മലിനപ്പെടുത്തിയത്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, അല്ലെങ്കിൽ നിന്റെ വിശുദ്ധിക്കെതിരായി നിൽക്കുന്നത് നിന്റെ ജീവിതത്തിലെ സമാധാനമില്ലാത്ത അനുഭവമാണ്. നിന്റെ ഉള്ളിൽ അതിന് മറഞ്ഞു കിടക്കുന്ന കയ്പാണ് നിന്നെ മലിനപ്പെടുത്തുന്നത്. അതിന് പുറമെ ഉള്ളതല്ല നിന്നെ മലിനപ്പെടുത്തുന്നത്. അതിന് നിന്റെ ഉള്ളിലെ അനുഭവങ്ങൾ നിന്നെ മലിനപ്പെടുത്തുന്നതാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാം. നിന്റെ വിടുതലിന്റെ തടസ്സം, ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നതിന് തടസ്സം, ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ ശക്തിയോടെ പ്രവർത്തിക്കുന്നതിന് തടസ്സം നിന്റെ അന്തരംഗത്തിലുള്ള അതിലെ മാലിന്യങ്ങളാണ് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. നീടുന്ന ജീൻസും പാൻറ്റും ടീഷർട്ടിനും വരവുമാലയാണെങ്കിലും സ്വർണ്ണമാലയാണെങ്കിലും ഇതിലൊന്നും നിന്നെ മലിനമാക്കുവാൻ ശക്തിയില്ല. നിന്നെ അശുദ്ധരാക്കുവാൻ ശക്തിയില്ല. എന്നാൽ നിന്റെ ഉള്ളിലെ അസമാധാനം, നിന്റെ ഉള്ളിലെ കലക്കം, നിന്റെ ഉള്ളിലെ കയ്പിന് നിന്നെ മലിനപ്പെടുത്തി ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നെ അകറ്റി നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ താറുമാറാക്കി, വചനം ധ്യാനിക്കുന്നതിനെ താറുമാറാക്കി, നിന്റെ മൗനത്തിൽ സൗഖ്യം ലഭിക്കാതെ, വിടുതൽ ലഭിക്കാതെ നിന്നെ പെട്ടിച്ചിടുക ആ ശ്രദ്ധയ്ക്ക് കഴിയുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ആലോചന പറയും. പ്രിയപ്പെട്ടവരെ, പിശാച് നമ്മളെ വഞ്ചിക്കുവാൻ ഇടയാകല്. നമ്മുടെ ഉള്ളിന്റെ അവസ്ഥ തിരിഞ്ഞു നോക്കി മാനസാന്തരപ്പെടാതിരിക്കുവാൻ പുറമേയുള്ള ചിലതാണ് വിശുദ്ധി എന്ന് പറഞ്ഞ് ശത്രു നമ്മളെ വഞ്ചിക്കുവാൻ ശ്രമിക്കുമ്പോൾ വഞ്ചനയുടെ മുമ്പിൽ വീണു പോകരുത്. എനിക്കറിയാം എന്റെ കർത്താവ് ഹൃദയങ്ങളെ ആരാഞ്ഞു പരിശോധിക്കുന്നവനാണ്. അവന്റെ കണ്ണിന് മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. Praise God. Hallelujah. Hallelujah. ഈ ദിവസങ്ങളില് ദൈവജനം, ദൈവസഭ, ഭവനങ്ങള്, വ്യക്തി ജീവിതങ്ങള് ദൈവം ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യ വിശുദ്ധിയിലേക്ക് കടന്നു വരണം, മടങ്ങി വരണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കളെ അറിയിക്കുക. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാപികള്, ചുങ്കക്കാരെ, വേശ്യകള് ഇവരോടൊക്കെ വളരെ സ്നേഹത്തോടെ അവരോട് കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ബഫേ കഴിക്കുകയെല്ലാം ചെയ്തെന്ന കർത്താവ് ശക്തിയോടെ എതിർത്തത് ആരെയാന്ന് ചോദിച്ചാൽ പരീക്ഷന്മാരെ. അവര് പുറമേ ഉള്ളതാണ് നോക്കുന്നത്. കർത്താവ് പറഞ്ഞു, വെള്ള തെച്ച ശവക്കല്ലറകളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറമെടുപ്പാക്കുന്നു, എന്നാൽ അകമോ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്ത നീ പുറമേ വെള്ള വസ്ത്രം ഇടുന്നു, പുറമേ ആഭരണം ഊരുന്നു, നിന്റെ എല്ലാ വസ്ത്രവും വെള്ള, മോതിരമില്ലാതെ കത്രിമേശ എടുക്കുന്നു, നിന്റെ ഹൃദയത്തിൽ സമാധാനമില്ല, നിന്റെ ഹൃദയത്തിൽ കയ്പ് നിറഞ്ഞിരിക്കുന്നു, നിന്റെ ഹൃദയം അസ്വസ്ഥത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, സഹോദരനോടുള്ള അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവ് നിന്നോട് പറയുന്നു, നീ വിശുദ്ധിയിലല്ല, സാത്താൻ നിന്നെ വഞ്ചിച്ചിരിക്കുക. കർത്താവ് നോക്കുന്ന വിശുദ്ധി ഹൃദയത്തിന്റെ ഉള്ളിൽ. മനസ്സിലാക്കുന്നവർ ഇന്ന് ഒരിക്കലൂടെ കർത്താവിന് ശോധന ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് ചില സാത്താന്യ ബന്ധനങ്ങളെ ഇന്ന് അഴിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നതിന് ശോധന ചെയ്താൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കാലങ്ങളായി പിടിച്ചുകൊണ്ടിരുന്ന നിന്നെ ചേസ് ചെയ്തുകൊണ്ടിരുന്ന ദുരുദ്ദേശത്തിന്റെ ബന്ധനങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ശക്തി ഈ പ്രഭാവത്തിൽ അഴിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ശോധന ചെയ്താണ്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 18 മുതലുള്ള വാക്യം വായിക്കും. അവനവരോട് ഇങ്ങനെ, നിങ്ങളും ബോധമില്ലാത്തവരോ, പുറത്തു നിന്ന മനുഷ്യന്റെ അകത്തിയില്ലെന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ബോധമില്ലാത്തവർ. പുറത്തെ വിഷയങ്ങള്, പുറത്തു അകത്തേക്ക് വരുന്ന വിഷയങ്ങള് ഇതൊന്നും ആരെയും മലിനമാക്കത്തില്ല. ഉള്ളിലുള്ള അസമാധാനമാണ്, ഉള്ളിലുള്ള കയ്പാണ്,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, വഞ്ചിക്കപ്പെടരുത്. പ്രൈസ് ഗോഡ്. വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, അല്ലേ കർത്താവ് ഹൃദയങ്ങളെ ആരാഞ്ഞ് ശോധന ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 20-ാം വാക്യം. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അവനെ അശുദ്ധനാക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് ചിലത് പുറപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടാകുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറമെ